ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളുടെ മിനി ഊട്ടി വ്ളോഗാണ് കേട്ടോ. നമ്മൾ മിനി ഊട്ടിയിലെ പെറ്റ്സ് പാർക്കിൽ വന്നതാണ്. മോൾക്ക് ഇങ്ങനത്തെ പെറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ കുറേ ആയി ഇങ്ങോട്ട് വരാൻ വേണ്ടി വിചാരിക്കുന്നു. ഇന്നിപ്പോൾ എല്ലാവരും ഫ്രീ ആയതുകൊണ്ട് എല്ലാവരുടെയും തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 4:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഈ ഇഗ്വാനേനെ മാത്രമല്ല, ഇങ്ങനത്തെ ഒരുപാട് പെറ്റ്സിനെ ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ട് നോക്കാം, മേലൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റും. പിന്നെ ഈ ഒരു പാമ്പിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ പാവം തോന്നും കേട്ടോ. നമ്മളൊക്കെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് ഓടുന്ന ടൈപ്പ് പാമ്പാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇതിനെ ആർക്കും ഒരു പേടിയില്ല. ഇവരിങ്ങനെ കൊണ്ടു നടക്കും കേട്ടോ, നമ്മളെ പിന്നാലെ വേണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനെ എടുക്കുന്നുണ്ട്. തോളിലും കയ്യിലൊക്കെ പിടിച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ ഇതൊക്കെ ഭയങ്കര പേടിയാണ്. പേടി മാത്രമല്ല, എനിക്ക് പാമ്പിനൊക്കെ മേലിടാന്ന് ആലോചിക്കുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. പിന്നെ ഇവിടെ വലിയൊരു പോണ്ട് ഉണ്ട് കേട്ടോ. അതിനകത്ത് കുറേ കോഴിക്കാപ്സും കുറേ കളർഫുൾ ഫിഷസ് ഒക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഈ ഫിഷിൻ്റെ സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു കോഴിക്കാപ്പ് ഭയങ്കര ഫ്രണ്ട്ലി ടൈപ്പ് ഒരു മീനാണ്. നമ്മൾ കൈയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലൊക്കെ വന്ന് തൊട്ട് തലോടിയൊക്കെ പോവും. നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു കേജ് ഉണ്ട് കേട്ടോ. വലിയൊരു കേജാണ്. അപ്പം നമ്മൾ 20 റുപ്പീ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറിയിരുന്നാൽ നമുക്ക് ഒരുപാട് പക്ഷികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. നമ്മളെ തലയിലും മേലും ഒക്കെ വന്നിരിക്കും. അവരെ ഫീഡ് ചെയ്യാനുള്ള ഫുഡൊക്കെ നമുക്ക് തരും, അതൊക്കെ കൊടുക്കാം. അത് നല്ല രസമാണ്. പക്ഷേ കേജിൻ്റെ ഉള്ളിൽ കുറച്ച് സ്മെല്ലുണ്ട് കേട്ടോ. കുറേ കിളികൾ ഒരുമിച്ചുള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ട്. എന്നാലും നല്ല രസമാണ്. വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പോൾ അത് നല്ല അടിപൊളിയായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ഥലമാണ് കേട്ടോ, അക്വേറിയം. ഇതാകുമ്പോൾ നമ്മളെ ശല്യം ചെയ്യാനും വരില്ല, നമ്മൾ അവരെ ശല്യം ചെയ്യാനും പോകില്ല. പിന്നെ ഈ ഒരു കളർഫുൾ ഫിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജിയാണ് ആ കുഞ്ഞു കുഞ്ഞു കളർഫുൾ ഫിഷസിന്. ഈ ഒരു അക്വേറിയവും അതുപോലെ തന്നെ പെറ്റ്സും അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു പാർക്കുണ്ട്, കുട്ടികൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള പാർക്ക്. പിന്നെ ഞാൻ പറയാൻ മറന്നു, ഇവിടെ 2 ഗസ്റ്റുകളുണ്ട് കേട്ടോ. ഗസ്റ്റ് അല്ല, ശരിക്കും നമ്മൾ ഗസ്റ്റും ഇവർ ഇവിടുത്തെ ആൾക്കാരുമാണ്. ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണ് കേട്ടോ ഈ ഒരു 2 ചെമ്മരിയാട്. അപ്പോൾ അവരെങ്ങനെ ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ നോക്കുമ്പോൾ ഇവർ അടുത്തൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്ക് നമ്മളെങ്ങനെ തൊട്ട് തലോടാനൊക്കെ വരും. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ആരെയും ഒന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അടുത്തേക്ക് ഇങ്ങനെ വരുന്നു മാത്രം. ഈ ഒരു പാർക്ക് നല്ലതാണ് കേട്ടോ. അത്യാവശ്യം കുറേ ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഉമ്മയും ഷഫാൻക്കയും കൂടെ ഈ ഒരു കറങ്ങുന്ന സാധനത്തിൻ്റെ ഉള്ളിൽ കയറിയതാണ് കേട്ടോ. എല്ലാ ഹിലുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയറുന്നത്. പക്ഷെ കയറുമ്പോൾ നമ്മളും കുട്ടിയായി പോകും. പിന്നെ ഇതിനകത്ത് കുറേ റൗണ്ട് അടിക്കാൻ പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗണ്ട് കഴിയുമ്പോൾ തന്നെ തല കറങ്ങുന്നുണ്ട്. പക്ഷേ ഹിലു സൂപ്പറാണ്. അവൾക്കൊന്നും ഒരു പ്രശ്നമല്ല. അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മളെല്ലാവരും അവളെ കൂടെ കയറി കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഓരോരുത്തരായിട്ട് അതിലൊക്കെ കയറി. പിന്നെ തല കറങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിയൊക്കെ കണ്ടു കഴിഞ്ഞ് വന്ന് തിരിച്ച് എൻട്രൻസിൻ്റെ ആ ഒരു സൈഡിലെത്തിയപ്പോഴാണ് അവിടെ ഒരു ചെറിയ പാർക്ക് ഉണ്ട് കേട്ടോ. 1-2 ഐറ്റംസ് മാത്രമുള്ള കുട്ടികൾക്ക് പറ്റുന്നത്. അപ്പം ഞങ്ങൾ ഹിലുവിന് വേണ്ടിയിട്ട് ഈ ഒരു ട്രെയിനിനകത്ത് കയറി. നല്ല രസമാണ് കേട്ടോ. അവൾക്ക് വേണ്ടി കയറുകയാണെങ്കിലും നമ്മളും എൻജോയ് ചെയ്യും. പിന്നെ ട്രെയിനിൽ പോയപ്പോഴാണ് ട്രെയിനിൻ്റെ വഴിയിലെ ഒരു സൈഡിലായിട്ട് ഇവിടെ ഒരു കേജ് ഉണ്ട്. അതിനകത്തൊരു ഓസ്ട്രിച്ച് ഉണ്ട് കേട്ടോ. കുറച്ച് പ്രായം കൂടിയ ഒരു ഓസ്ട്രിച്ചാണ്. അപ്പോൾ അതിനെയും കൂടെ കണ്ടു. പിന്നെ ഇതിനകത്ത് ആരും കയറുന്നുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഹിലുവിനയിൽ കയറ്റിയില്ല കേട്ടോ വെള്ളത്തിൽ. ഇവിടെ ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട്. കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഇവർ പിന്നെയും നമ്മളടുത്തേക്ക് വരും കേട്ടോ, കുട്ടികളെ കൊണ്ട് തൊടിയിപ്പിക്കാനായിട്ട്. അങ്ങനെ ഹിലുവും പാമ്പിനെ തൊട്ടു കേട്ടോ. അപ്പം ഞാനത് കഴിഞ്ഞ് വേഗം അവളെ കൈയൊക്കെ കഴുകി കൊടുത്തു. എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഇങ്ങനെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ കുഞ്ഞി എലിയും റാബിറ്റും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിലുള്ളതൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ മക്കാവ് ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ട് നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഉമ്മ ജസ്റ്റ് അതിനൊന്ന് കൈ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ചുണ്ടുകൊണ്ട് ഒന്ന് കുഞ്ഞിതായിട്ട് കടിച്ചു. പക്ഷെ അവിടെ ഒരു ചെറിയ മുറി പോലെ ആയി. അവർ ആ ഒരു ചുണ്ട് ഭയങ്കര ഷാർപ്പായിരിക്കും. ചെറുതായിട്ടൊന്ന് തട്ടിയ പോലും നമുക്ക് മുറിയാവും. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഒരു പാർക്കും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഹിലുവിന് ഇന്ന് ഫുൾ ട്രീറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെയും കൂടെ കയറി. ഇതിൽ കുറച്ചും കൂടെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഹിലു ചോദിച്ചു. പക്ഷേ ചെറിയ കുട്ടിയല്ലേ, ഇതിനകത്ത് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് കയറാനും പറ്റില്ല, അവൾ ഒറ്റയ്ക്ക് വിടാനും പേടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ കുഞ്ഞു ഐറ്റംസിലൊക്കെ കയറ്റിയിരുത്തിട്ടോ. പിന്നെ ഹിലുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ അവളെ സെൻറ്ററിലിരുത്തി ബാക്കി എല്ലാവരും ചുറ്റും ഇരുന്ന് കളിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ്. നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാർക്കിൽ എല്ലാവരുടെയും കൂടെ കളിച്ചപ്പോൾ.
അധികം ആൾക്കാരും പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള പാർക്കിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാർക്ക് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഊഞ്ഞാൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ആഗ്രഹം ആടാനായിട്ട്. എന്തായാലും ആൾക്കാരൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതിനകത്ത് ആടി. ലൈഫിൽ നമുക്ക് ഇതുപോലെ ഇടയ്ക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റണം കേട്ടോ. കുറച്ചൊക്കെ ഇങ്ങനത്തെ മൊമെൻറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എപ്പോഴും നമ്മൾ വലുതായി എന്നൊക്കെ പറഞ്ഞ് സീരിയസ് ആയിട്ടും ടെൻഷനിലൊന്നും നടക്കാൻ പാടില്ല. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ കൂടെ ഉമ്മയും ബാബുക്കാക്കൊക്കെ ആടിയിട്ട് ഇങ്ങനെ ഈ ഒരു എന്താ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഐറ്റം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഷിജുവിനെ ഇവിടെ ഒരു കാര്യത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാണ് കേട്ടോ. അവന് ഭയങ്കര ടെൻഷൻ ഈ ഒരു സൈക്ലിങ്ങിന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവനെ എങ്ങനെയൊക്കെയോ ഉന്തി തള്ളി എൻ്റെ ഉള്ളിലേക്ക് വിട്ടു. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കിത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനെ മാക്സിമം ഇവിടുന്ന് ചിയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഉള്ളിലിരുന്ന് ഓടിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് കേട്ടോ അവന് പറഞ്ഞത്. പ്രത്യേകിച്ച് നമ്മൾ ആ ടോപ്പിലെത്തുമ്പോൾ നമ്മൾ ഫുൾ അപ്സൈഡ് ഡൗൺ ആണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവർക്കും ഉണ്ടാവില്ല, ചിലപ്പം ചിലർക്ക് മാത്രമായിരിക്കും കുറച്ച് വൊമിറ്റ് ചെയ്യാൻ പോലെയും തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നിയെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കുറച്ച് നേരമൊക്കെ അതിനകത്ത് ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ തല കറങ്ങുന്ന പോലെ തോന്നിയപ്പോൾ ഞങ്ങൾ ഇറക്കി. ഈ ഒരു പാർക്കിൽ വലിയ ആൾക്കാർക്ക് പറ്റിയ കുറച്ച് ഗെയിംസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ബൈക്ക് റൈഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ സ്ലിംഗ് ഷോട്ട്, ട്രാംബുലിന്, വലിയ ആൾക്കാർക്ക് പറ്റുന്ന അങ്ങനത്തെ 2-3 ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളിപ്പോൾ കയറിയിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് പോണ വഴിയിൽ ഉപ്പാനും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഇന്ന് പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ്. അപ്പോൾ അതാ ലാസ്റ്റായിട്ട് ഹിലുവിനെ ഞങ്ങൾ ഈ ഒരു എയ്റോപ്ലെയിനിൽ കൂടെ കയറ്റി. അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറിയ കുട്ടിയായപ്പോൾ തൊട്ടേ ഈ ഒരു എയ്റോപ്ലെയിൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നമ്മൾ പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഒരു പേടിയില്ലാണ്ട് അതിലൊക്കെ കയറിയിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കളിപ്പിച്ച് കുറച്ച് നേരം. മിനി ഊട്ടിയിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലാണ് ഉപ്പാൻ്റെ ഷോപ്പുള്ളത്. അപ്പോൾ അവിടുന്ന് ഉപ്പാനെ പിക്ക് ചെയ്തിട്ട് വേണം കേട്ടോ പോവാൻ. ഇന്ന് നമ്മൾ ഡിന്നർ പുറത്തുനിന്നാണ്. എല്ലാവർക്കും ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ഫ്രൈഡ് ചിക്കൻ്റെ. അപ്പോൾ എന്തായാലും ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് പുറത്ത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഹിലു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വികൃതികളൊക്കെ കാണിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടാനായിട്ട്. പിന്നെ ഈ ഒരു ഷോപ്പ് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ ഓപ്പൺ ആയത്. പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.